ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. PDF മാറിപ്പോയി. അപ്പോൾ നമ്മൾ കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതിൽ ഓർഡിനറി റെസൊല്യൂഷൻ എന്താണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള രണ്ട് ടേംസാണ് ഇല്ലേ, ലോയിൽ ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. തമ്മിൽ എന്താ ഇപ്പോൾ ഡിഫറൻസ്? രണ്ടും റെസൊല്യൂഷൻസ് തന്നെ. അപ്പോൾ എന്തായിരിക്കും തമ്മിലുള്ള ഡിഫറൻസ്? അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ട് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അത് ഞാൻ പഠിച്ച വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെയിം ടെക്സ്റ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. ദെൻ അതിൽ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ സംഭവം നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇതിലൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഓർഡിനറി റെസൊല്യൂഷൻ എന്താണ്? ആദ്യം റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അതെങ്ങനെയാ അറിയോ? ഈ വോട്ടിംഗ് ബൈ പോൾ, അത് അതിൻ്റെ കണ്ടിന്യൂവേഷനല്ലേ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഈ സംഭവം? ഇത് നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വോട്ടിംഗ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം വോട്ടിങ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ബൈ ഷോയിങ് ഓഫ് ദ ഹാൻഡ്സ്, വോട്ടിംഗ് ബൈ പോൾ. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അപ്പം നമ്മളോട് തന്നെ ചോദിക്കില്ലേ, എത്ര പേര് ആ ഒരു കാര്യത്തിനോട് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്, എത്ര പേര് അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ പൊക്കൂല്ലേ. അപ്പം ഇത് കൗണ്ട് ചെയ്തിട്ടാണ് അവർ ആ വോട്ടിംഗ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കമ്പനി മീറ്റിങ്ങിലും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എത്ര പേര് അതിനോട് അനുകൂലിക്കുന്നുണ്ട്, പ്രതികൂലിക്കുന്നുണ്ട്. രണ്ട് കാറ്റഗറി ആൾക്കാരല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവരോട് കൈ പൊക്കാൻ പറയും. ഹാൻഡ് റൈസ് ചെയ്തിട്ട് എത്ര പേരാണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വെച്ചാൽ നമ്പർ ഓഫ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഡിസിഷൻ പാസ്സാവില്ല. മീറ്റിങ്ങിൻ്റെ 2/3 എങ്കിലും, അതായത് നമ്മൾ ടോട്ടലിൻ്റെ 2/3 എങ്കിലും ഇതിനെ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വോട്ടിംഗ് ബൈ പോൾ, അതിൽ പറയുന്നത് വോട്ടിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വോട്ടിംഗ് റൈറ്റ്സ് ഗിവൺ ടു ദ മെമ്പേഴ്സ് ബൈ ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഈസ് കോൾഡ് പോൾ. എങ്ങനെയാണ്? അക്കോർഡൻസ് വിത്ത് ദ വോട്ടിംഗ് റൈറ്റ് ഗിവൺ ടു ദ മെമ്പേഴ്സ് ബൈ ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വഴി നമുക്ക് കൊടുക്കുന്ന റൈറ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് പവറാണ് പോൾ കേട്ടോ. പ്രോക്സീസ് ആർ അലൗഡ് ടു വോട്ട് ഇൻ കേസ് ഓഫ് വോട്ടിംഗ് ബൈ പോൾ. നമ്മൾ സാധാരണ രീതിയിൽ വോട്ട് ചെയ്യില്ല, അതാണ് ഈ പോൾ. സാധാരണ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യില്ലേ, അതാണ് ബൈ പോളിനോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ പറയണത് പ്രോക്സീസ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പ്രോക്സി എന്തായിരുന്നു? നമ്മൾ ആ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടില്ലേ, ഒരു ഷെയർ ഹോൾഡറിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോക്സി. ഇങ്ങനെ ഈ പ്രോക്സിക്കും വോട്ട് ചെയ്യാൻ പറ്റും. ദർ ഈസ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് കാസ്റ്റ് ഇൻ ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് ദ റെസൊല്യൂഷൻ ഇൻ കേസ് ഓഫ് പോൾ. പോളിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ കേസ് ഓഫ് വോട്ടിംഗ് ബൈ പോൾ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ആൻഡ് എഗ്രി ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവില്ലേ, ഇവരുടെ ആ വോട്ട് എത്രത്തോളം ഉണ്ട് അത് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുക. ദെൻ റെസൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. റെസൊല്യൂഷൻ ഈസ് എ ഫോർമൽ വേ ഇൻ വിച്ച് എ കമ്പനി ക്യാൻ നോട്ട് ഡിസിഷൻ ദാറ്റ് ആർ മെയ്ഡ് അറ്റ് എ മീറ്റിംഗ് ഓഫ് കമ്പനി മെമ്പേഴ്സ്. എങ്ങനെയാണ്? ഇറ്റ്സ് എ ഫോർമൽ വേ. കമ്പനി യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ വേ ഓഫ് മേക്കിംഗ് ഡിസിഷൻ നോട്ട്സ് ആയി കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി ക്യാൻ നോട്ട് ഡിസിഷൻ ദാറ്റ് ആർ മെയ്ഡ് അറ്റ് മീറ്റിംഗ് ഓഫ് കമ്പനി മെമ്പേഴ്സ്. കമ്പനി മെമ്പേഴ്സിൻ്റെ ഈ മീറ്റിങ്ങിൽ എടുക്കുന്ന ഡിസിഷൻസ് നോട്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർ വേ ആണ് നമ്മുടെ ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. റെസൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്, ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും. ഓർഡിനറി റെസൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ ആർ നോട്ട് സ്പെസിഫിക്കലി ഡിഫൈൻഡ് in the Corporate Act and need only simple majority. Corporate Act കമ്പനീസ് ആക്ട് ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. ഇറ്റ് റിക്വയർസ് ഓൺലി സിമ്പിൾ മെജോറിറ്റി. 2/3 ഒന്നും വേണ്ടില്ല, ചെറിയൊരു മെജോറിറ്റി ഓഫ് വോട്ടിംഗ് പവർ ഉണ്ടെങ്കിലും ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ പറ്റും. മോർ ദാൻ 50% ഓഫ് വോട്ട്സ് കാസ്റ്റ് ഇൻ ഫേവർ ടു പാസ്.
എങ്ങനെയാണ്, അതായത് നമ്മൾ നോർമലി സാധാരണ രീതിയിലാണ് ഈ മീറ്റിങ്ങിൻ്റെ 50% ആളുകളെങ്കിലും അതിനെ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സം ഡിസിഷൻ ദാറ്റ് മേ ഓൺലി റിക്വയർ ഓർഡിനറി റെസൊല്യൂഷൻ, അത് ചില കമ്പനി ഡിസിഷൻസ് എടുക്കുമ്പം ഓൺലി റിക്വയർ ഓർഡിനറി റെസൊല്യൂഷൻ മാത്രം മതി. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്നാണ് ഇലക്ഷൻ ഓർ റീ ഇലക്ഷൻ ഓഫ് ഡയറക്ടേഴ്സിന് ഇലക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റർ, അക്സെപ്റ്റൻസ് ഓഫ് റിപ്പോർട്ട്സ് അറ്റ് ദി general meeting, strategic or commercial decision, increasing or reducing number of directors, passing a board limit resolution for public companiesന് മാത്രമാണെങ്കിൽ. ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ മാത്രം മതി. നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലേ, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓർഡിനറി റെസൊല്യൂഷൻ വേണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം എന്നങ്ങനെ പറയാറില്ലേ. അങ്ങനെ ഓർഡിനറി റെസൊല്യൂഷൻ മാത്രം മതിയാവുന്ന സിറ്റുവേഷൻസാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ? സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ആർ നീഡഡ് ഫോർ certain changes as defined in the Corporate Act. Decisions like changing a company's name, winding up of the company, or changing company type will require a special resolution. എങ്ങനെയാണ് കമ്പനീൻ്റെ പേര് മാറ്റുക, വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ചേഞ്ചിങ് കമ്പനി ടൈപ്പ് വിൽ റിക്വയർ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഈ ഒരു കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമായിട്ട് വരും. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു ഡിഫറൻസുകളാണ് കേട്ടോ. ഫസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ആൻഡ് മീനിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. വെൻ at the general meeting simple majority is required to move the resolution, it is called ordinary resolution. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡിനറി റെസൊല്യൂഷനിൽ സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഡിസിഷൻ പാസ് ചെയ്യാൻ പറ്റും അല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ in a general meeting, super majority is required to pass the resolution. It is known as special resolution. Then second one, consent of members. At least 51% of members should be in favor of the motion. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഓർഡിനറി റെസൊല്യൂഷനിൽ 50% ആളുകളെങ്കിലും 51% അല്ലേ, 50% മുകളിൽ പറയുമ്പോൾ മിനിമം 51% ആളുകളെങ്കിലും എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ പറ്റും. ബട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ 75% ഓഫ് ആൾക്കാരെങ്കിലും എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ രജിസ്ട്രേഷൻ വിത്ത് ROC and the registrar of companies. A copy of order of receipt should be filed with ROC, that is നമ്മുടെ ഓർഡിനറി റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് ഫയൽ ചെയ്യണം. മീൻസ് സർട്ടൻ കേസസ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എ കോപ്പി ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് file with ROC. Then business transacted, ordinary business or special business depending on requirement of the act. Then special businessലാണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാറ്. ദെൻ അടുത്തത് ഡ്യൂട്ടി ഓഫ് സെക്രട്ടറി അറ്റ് ദി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൽ ഡ്യൂട്ടി, സെക്രട്ടറിൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളതാണ് അതിൽ ഇത് പറയുന്നത്. ദ ഡ്യൂട്ടി ഓഫ് ദി സെക്രട്ടറി അറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹിസ് ഡ്യൂട്ടി ബിഫോർ ദി മീറ്റിംഗ്, അറ്റ് ദ മീറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ദി മീറ്റിംഗ്. ഇങ്ങനെയാണ് ഇയാളുടെ ഡ്യൂട്ടി അറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹിസ് ഡ്യൂട്ടി ബിഫോർ ഹിസ് മീറ്റിംഗ്, അറ്റ് ദ മീറ്റിംഗ് ആഫ്റ്റർ. രണ്ട് രീതിയിൽ പറയാൻ പറ്റും ഈ സെക്രട്ടറി ഡ്യൂട്ടി, ബിഫോർ ദ മീറ്റിങ്ങും ആഫ്റ്റർ ദ മീറ്റിംഗ്, അല്ലെങ്കിൽ അറ്റ് ദ മൂന്നെണ്ണമാണല്ലോ ആക്ച്വലി. ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, മീറ്റിംഗ് തുടങ്ങിയിട്ട്, മീറ്റിങ്ങിൻ്റെ ഇടയിൽ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഉള്ളത്, ദെൻ ആഫ്റ്റർ ദ മീറ്റിംഗ്. അങ്ങനെ 3 ഇതിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബിഫോർ ദ മീറ്റിംഗ് ആണെങ്കിൽ to draft the notice carefully according to statutory form and issue it. ഇത് നമ്മൾ പറഞ്ഞത് മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം നോട്ടിഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊരു പ്രോപ്പർ നോട്ടീസ്. അപ്പോൾ അത് അക്കോർഡിംഗ് ടു ലോ, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ടു പ്രിപ്പയർ ദ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ആൻഡ് ഒബ്റ്റെയിൻ ദ അപ്രൂവൽ ഓഫ് ദി ഡയറക്ടേഴ്സ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്? പ്രിപ്പയർ ചെയ്യുക സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ആൻഡ് ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് ദി ഡയറക്ടേഴ്സ്. ഈ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതും ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കേണ്ടതും ആരാണ്? നമ്മുടെ ഈ സെക്രട്ടറിയാണ് ബിഫോർ ദ മീറ്റിംഗ് കേട്ടോ. ദെൻ ടു പ്രിപ്പയർ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ് ദ സെയിം ടു എവറി മെമ്പർ ഓഫ് ദി കമ്പനി അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ദ മീറ്റിംഗ്. ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മീറ്റിങ്ങിൻ്റെ 21 ദിവസം മുമ്പ് അത് ഫയൽ ചെയ്യേണ്ടതും ഈ ഒരു ആരാണ്? സെക്രട്ടറിയാണ്.
ടു ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഓഡിറ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ദെൻ to file a copy of the statutory report with the registrar, to prepare a list of members showing their name, address and occupation and the number of shares held by each of them. Then at the മീറ്റിങ്ങിൻ്റെ ടൈമിൽ എന്തൊക്കെയാണ് ഇയാൾക്ക് വരുന്ന ഡ്യൂട്ടീസ്? അതിൽ വരുന്ന ഫസ്റ്റ് വൺ, he is to receive the members and see that no unauthorized person gets entry to the meeting. മീറ്റിങ്ങിലേക്ക് നമ്മൾ ഓതറൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്ത ഒരാൾ വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടത് ഇയാളാണ്. Then he is to see that the attendance register of member is properly signed by them. Attendance registry വന്നിരിക്കുന്ന ആളുകളൊക്കെ പ്രോപ്പറായി സൈൻ ചെയ്തിട്ടുണ്ടോ നോക്കണം. He must see the proper minutes of recorded. Proper minutes മെയിൻറ്റെയിൻ ചെയ്യണം. He should help the chairman to conduct the meeting. ചെയർമാനെ ഹെൽപ്പ് ചെയ്യണം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Then if the chairman asks, he will supply necessary information and documents. The next one, after the meeting, he is to prepare the minutes and get the minutes signed by the chairman. ഇങ്ങനെ നമ്മൾ പറഞ്ഞ മിനിറ്റ്സ് ഇയാൾ പ്രിപ്പയർ ചെയ്യണം പറഞ്ഞില്ല. ഈ ഉണ്ടാക്കിയ മിനിറ്റ്സ് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെയർമാനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കേണ്ടതും ഇയാളാണ്. Then he is to execute the resolution passed at the meeting. എന്താണ് മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള റെസൊല്യൂഷൻസ് എന്തൊക്കെയാണോ അത് നടത്തേണ്ടതും ഈ ഒരു ആളാണ്. Then he is to file copy of resolution with the registrar of company. രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് അതിൻ്റെ കോപ്പി ഫയൽ ചെയ്യേണ്ടതും ആരാണ്? നമ്മുടെ സെക്രട്ടറിയാണ്. Then ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അത് ഇതുപോലെ 3 കാറ്റഗറിയാണ്. ബിഫോർ ദ മീറ്റിംഗും അറ്റ് ദ മീറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ്. പറയുന്നത് he is to see the annual accounts are prepared according to the provisions of the act. നമ്മൾ ആനുവൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പ്രൊവിഷൻസ് ഓഫ് ദി ആക്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയല്ലേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. പിന്നെ പറയുന്നത് he is to send the notice of the annual general meeting to all he is to prepare the agenda in consultation with the chairman. ചെയർമാനോട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു മീറ്റിങ്ങിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അജണ്ട എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ ഇയാൾ വേണം നോട്ടീസിൽ മീൻസ് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. Then he is to prepare the annual report of the directors in consultation with the chairman. ഇതൊക്കെ ചെയർമാനോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. Then he is to send the notice of the annual general meeting to all members along with the necessary forms. എല്ലാവർക്കും ഇതിന് നോട്ടീസ് നൽകേണ്ടത് ആരാണ്? ഇയാളാണ്, സെക്രട്ടറി കേട്ടോ. ഇത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കേസിലാണെന്നെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടീസാണെന്നാണ് പറയണത്. പിന്നെ പറയുന്നത് he is to prepare chairman's speech in consultation with the ചെയർമാന് അതായത് MD ഒക്കെ ഉണ്ടാവില്ല, ഇയാൾക്ക് അന്ന് ആ മീറ്റിങ്ങിൽ സംസാരിക്കേണ്ട സ്പീച്ച് വരെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ സെക്രട്ടറീസാണ്. അത് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഇയാളുടെ കൺസെൻറ്റും കൂടെ വേണം കേട്ടോ. അതായത് നമ്മൾ ഇയാൾക്കും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇയാൾ കാര്യം സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കില്ല. ദെൻ മീറ്റിങ്ങിൻ്റെ ടൈമിൽ എന്തൊക്കെയാണ് ഇയാൾക്കുള്ള ഡ്യൂട്ടീസ്? ഫസ്റ്റ് വൺ പറയുന്നത് he is to see that നമ്മൾ മറ്റിൽ പറഞ്ഞ പോലെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്ത ഒരാൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. Then he is to help the chairman to ascertain whether a quorum is present or not. അതായത് നമ്മൾ quorum ഫില്ലാണോ അല്ലേ എന്നുള്ള കാര്യം ചെയർമാനെ അറിയിക്കുക. he is to read the notice convening the meeting കണ്ടക്ട് ചെയ്യുന്ന നോട്ടീസ് എല്ലാവരിലേക്കും എത്തിക്കുക. Then he is to help the chairman by supplying necessary information. ഈ ചെയർമാനുള്ള എല്ലാ അസിസ്റ്റൻസും കൊടുക്കുക കേട്ടോ, എല്ലാ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. Then he is to help the chairman to conduct the meeting. ചെയർമാനെ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. Then after the meeting എന്തൊക്കെയാണ്? ആഫ്റ്റർ ദ മീറ്റിങ്ങിൽ ഇയാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് he is to prepare the minutes and get it signed by the chairman. മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ചെയർമാനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. he is to execute the decisions and resolution passed at the meeting. he is to file necessary document with the രജിസ്ട്രാറായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇയാളാണ്. then he is to incorporate the alteration. എന്തെങ്കിലും alterationസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളിക്കേണ്ടതും ഈ സെക്രട്ടറിയാണ്.
ദെൻ എന്താണ് ചെയർമാൻ അല്ലെങ്കിൽ ആരാണ് ചെയർമാൻ? Chairman is an executive elected by the company's board of directors who is responsible for presiding over board or committee meeting. എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ് ആക്ച്വലി ഈ ചെയർമാൻ എന്ന് പറയുന്നത്. ആ ഒരു കമ്പനീൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ആളാണ്. ദെൻ റെസ്പോൺസിബിൾ ഫോർ പ്രിസൈഡിങ് ഓവർ ബോർഡ് ഓർ കമ്മിറ്റി മീറ്റിംഗ്. ഇയാളാണ് കമ്മിറ്റി മീറ്റിംഗ് ആയിക്കോട്ടെ ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ ഏതിലായാലും പ്രിസൈഡ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ കേട്ടോ. ദെൻ ഒരു നല്ല ചെയർമാൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയണത്. സ്പീക്ക് ക്ലിയർലി, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, ടാക്ട്ഫുള്ളായിരിക്കണം. നിങ്ങൾക്ക് ഒരു ലീഡർക്കൊക്കെ വേണ്ട ക്വാളിറ്റീസ് ഇല്ലേ, ആ ക്വാളിറ്റീസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ടാക്ട്ഫുള്ളായിരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, ഇവരെ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളായിരിക്കണം. അതിൽ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, ആ പോയിൻറ്റ്സ് നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റ് കമ്മിറ്റി. Audit committee, and the audit committee is a committee of an organization's board of directors which is responsible for oversight of the financial reporting process, selection of the independent auditor. എന്തായിരിക്കും ഓഡിറ്റ് കമ്മിറ്റി? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓഡിറ്റിന് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനും നോക്കി നടത്താനും വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അതാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതിൽ തന്നെ അവരുടെ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഓഡിറ്റ് കമ്മിറ്റീൻ്റെ ഡ്യൂട്ടീസ്. ഫസ്റ്റ് വൺ, ടു മോണിറ്റർ ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മോണിറ്റർ ചെയ്യുക. ടു റിവ്യൂ ദ റിപ്പോർട്ട് ഓഫ് ദി കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റിവ്യൂ ചെയ്യുക. പിന്നെ പറയുന്നത് ടു സൂപ്പർവൈസ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സിനെ സൂപ്പർവൈസ് ചെയ്യുക. ദെൻ അപ്രൂവ് ദി ഇൻറ്റേർണൽ ഓഡിറ്റ് ഗൈഡ് ലൈൻസ്. അത് ഇൻറ്റേർണൽ ഓഡിറ്റ്, നമ്മുടെ വിത്തിൻ ദ കമ്പനിയിൽ ഉണ്ടാകുന്ന ഓഡിറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതിനെ അപ്രൂവ് ചെയ്യേണ്ടത് ഈ ഓഡിറ്റ് കമ്മിറ്റിയാണ്. ആ 2-3 പോയിൻറ്റ്സും കൂടെ നിങ്ങൾ നോക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ ലാസ്റ്റ് വണ്ണാണ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. നമുക്ക് 2 ദിവസം കൊണ്ട് അത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. PDF കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിരിക്കും നോക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.